അടുത്ത ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് എ സിംഗിൾ ഇൻഡിവിജ്വൽ പാരൻറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ് സ്പ്രിങ്. അതായത് ഒരു പാരൻറ്റ് മാത്രം, ഒരു ജീവി മാത്രം തൻ്റെ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നതിനാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ദ ഓഫ് സ്പ്രിങ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ആർ not only identical to one another but are also exact copies of their parents. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ബീജങ്ങൾ കൂടിച്ചേർന്നാണ് അടുത്തൊരു തലമുറ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അടുത്ത തലമുറയിലുള്ള ഒരു ഓസ്പ്രിങ്ങിന് അച്ഛൻ്റെ അമ്മേൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. പക്ഷേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഒരു പാരൻറ്റ് മാത്രമാണ് അടുത്തൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നത്, ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണോ ആ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം അതിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കും അടുത്ത ഒരു ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്. ആർ ദീസ് ഓഫ്സ്പ്രിങ്സ് ലൈക്ലി ടു ബി ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഓർ ഡിഫറെൻറ്റ്? ജനിതകപരമായി കാണാൻ, അതായത് ലുക്ക് വൈസ് ഇത് ഏതാണ്ട് ഐഡൻറ്റിക്കൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ജനിതകപരമായി ഇത് ഐഡൻറ്റിക്കൽ ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് ഐഡൻറ്റിക്കൽ ആണ്. കാരണം അതേ സെല്ല് തന്നെയാണ്, അതേ ജീവിയുടെ എക്സാക്റ്റ് കോപ്പി തന്നെയാണ് അടുത്ത തലമുറയായിട്ട് പരിണമിക്കുന്നത്. ദ ടേം ക്ലോൺ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സച്ച് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ എന്താണ് ഒരു ക്ലോൺ എന്ന് പറയുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ക്ലോൺ, വാട്ട് ഈസ് എ ക്ലോൺ? ദ ടേം ക്ലോൺ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സച്ച് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ്. അതായത് ജനിതകപരമായും അതുപോലെ തന്നെ മോർഫോളജിക്കലി കാണാനും രൂപത്തിലും ജനിതകപരമായും ഒരേപോലെയുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡയഗ്രംസ് കാണാൻ സാധിക്കും. ഒന്ന് അമീബയും അതുപോലെ തന്നെ ഈസ്റ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിവിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അമീബയും ഈസ്റ്റും അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് തങ്ങളുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ബഡ്ഡിങ് ഇൻ ഈസ്റ്റ്, അതുപോലെ തന്നെ ബൈനറി ഫിഷൻ ഇൻ അമീബ. നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും, ഇനിയിപ്പോൾ നീറ്റ് ആയാലും അതുപോലെ തന്നെ +2 എക്സാം തന്നെ ആയാലും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 പോയിൻറ്റ്സ് ആണിത്. ഈസ്റ്റ് സെൽസിൻ്റെ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു പാരൻ്റ് സെല്ല്, അതിനുശേഷം ആ ഒരു പാരൻ്റ് സെല്ല് തന്നെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇങ്ങനെ വളർന്നു വരുന്നു. അത് പിന്നെയും വളർന്ന് അത് കുറച്ചും കൂടി വലുതാവുന്നു. അതിനുശേഷം ആ ഒരു എക്സ്റ്റൻഷൻ പുതിയൊരു ഈസ്റ്റ് സെല്ലായിട്ട് സെപ്പറേറ്റ് പോകുന്നു. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഡയഗ്രം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അമീബയുടെ അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് കാണാൻ പറ്റുന്നത്. അമീബയുടെ കേസിൽ ബൈനറി ഫിഷനാണ് ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത്. അതായത് ആദ്യം അമീബ സെല്ലിലൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ന്യൂക്ലിയസ് 2ആയിട്ട് വിഭജിക്കും. അതിനുശേഷം ആ അമീബയുടെ മൊത്തം സെല്ല് തന്നെ 2ആയിട്ട് വിഭജിക്കും. ഓരോ സെല്ലിലും ഓരോ ന്യൂക്ലിയസ് ഉണ്ടാവും. അങ്ങനെ 2 ഡോട്ടർ സെല്ലായി ഒരു അമീബ സെല്ല് മാറും. ഇതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും റീപ്രൊഡക്ഷൻ മെത്തേഡ് ഇൻ അമീബ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബൈനറി ഫിഷൻ ആണ്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഇൻ ഈസ്റ്റ് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബഡ്ഡിങ് ആണ്. ഇത് ഒരിക്കലും ഒരു കാരണവശാലും ആരും മറന്നു പോകരുത്. അടുത്ത നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ്സ് സീ ഹൗ വൈഡ് സ്പ്രെഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് among different group of organisms. Asexual reproduction is common among single-celled organisms and in plants and animals with relatively simple organisms. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലാണ് കൂടുതലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. സിംഗിൾ സെൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവികൾ. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ട പോലെ അമീബ, അതുപോലെ തന്നെ ഈസ്റ്റ് സെൽസ്, ഇതിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇൻ പ്രോട്ടിസ്റ്റ് ആൻഡ് മൊനീറൻസ് ദ ഓർഗാനിസംസ് ഓഫ് ദ പാരന്റ് സെൽ ഡിവൈഡ് ബൈ മൈറ്റോസിസ് ഇൻ ടു ഗിവ് റൈസ് ടു ന്യൂ ഇൻഡിവിജ്വൽസ്. അത് നമ്മൾ പഠിച്ചു. പ്രോട്ടിസ്റ്റും മൊനീറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകകോശ ജീവികളിലായാലും അതിൻ്റെ തന്നെ ആ ഒരു ഓർഗാനിസത്തിൻ്റെ തന്നെ സെല്ല് മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്ത് 2 ഐഡൻറ്റിക്കൽ സെൽസായി മാറും.
അങ്ങനെ അതൊരു പുതിയ ഇൻഡിവിജ്വലായിട്ട് മാറും. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ബഡ്ഡിങ് ഇൻ ഈസ്റ്റും അതുപോലെ തന്നെ ബൈനറി ഫിഷൻ ഇൻ അമീബയും. ദസ് ഇൻ ദീസ് ഓർഗാനിസംസ് ദ സെൽ ഡിവിഷൻ ഇറ്റ് സെൽഫ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള ജീവികളിൽ സെൽ ഡിവിഷൻ തന്നെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ്. അടുത്ത പേജിലേക്ക് പോയാൽ മെനി സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്ഡ് ബൈ binary fission, whereas cell divides into two halves and each rapidly grow into new adult. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമീബയിൽ നമ്മൾ കാണുന്നത് ബൈനറി ഫിഷൻ ആണ്. വേർ എ സെൽ ഡിവൈഡ് ഇൻ ടു ടു ഹാഫ്സ്, ഒരു സെല്ല് തന്നെ രണ്ടായി വിഭജിച്ച് ആ രണ്ട് ഭാഗങ്ങളും ഒരു പുതിയ ഒരു ഇൻഡിവിജ്വലായി വളരുന്നു. അതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ അമീബ ആൻഡ് പാരമീഷ്യം. ബൈനറി ഫിഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ പറയാവുന്ന രണ്ട് എക്സാമ്പിളാണ് അമീബ അതുപോലെ തന്നെ പാരമീഷ്യം. അത് എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഓർത്ത് വെക്കുക. ഇൻ ഈസ്റ്റ് ദ ഡിവിഷൻ ഈസ് അൺഈക്വൽ ആൻഡ് സ്മോൾ ബഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് that remain attached initially into the parent cell, which eventually get separated and matured into new yeast cell organisms. yeast cellile budding എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യം in yeast the division is unequal and small buds are produced that remain attached initially to the parent cell. ആദ്യം ബഡ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് പാരന്റ് സെല്ലുമായിട്ട് ആദ്യം അറ്റാച്ച് ചെയ്തിരിക്കും. പിന്നെ അത് ഇവഞ്ച്വലി ഗെറ്റ് സെപ്പറേറ്റഡ്, അത് പിന്നെ പതിയെ ആ ഒരു ബഡ് എന്ന് പറയുന്ന ഒരു സംഭവം പാരന്റിൽ നിന്ന് സെപ്പറേറ്റ് ആയി പുതിയൊരു ഈസ്റ്റ് സെല്ലായി വളരും. അതാണ് ഈസ്റ്റ് സെല്ലിൽ സംഭവിക്കുന്നത്. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് നമുക്ക് ഫേവറബിൾ അല്ലാത്ത, നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ദ അമീബ വിഡ്രോസ് ഇറ്റ്സ് pseudopodia and secretes a 3-layered hard covering of crust around itself. ഈ അമീബയ്ക്ക് അത് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ അമീബ ഇതിൻ്റെ അമീബ വേറൊരു സ്ട്രക്ചറായി മാറും. അതായത് ഒരു 3-layered ഹാർഡ് കവറിങ് ഓഫ് ക്രിസ്റ്റ് അറൗണ്ട് ഇറ്റ് സെൽഫ്, ഒരു 3 ലെയറുള്ള ഒരു വളരെ ഹാർഡ് കവറിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഈ അമീബ സ്വന്തം ശരീരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അതൊരു ഹാർഡ് സ്ട്രക്ചർ ആയിരിക്കും. ഈ ഒരു ഫിനോമിനെ പറയുന്നത് എൻക്രിസ്റ്റലൈസേഷൻ എന്നാണ്. അപ്പോൾ എന്താണ് എൻക്രിസ്റ്റലൈസേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു കാര്യമാണ്. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദ അമീബ വിഡ്രോസ് ഇറ്റ്സ് സ്യൂഡോപോഡിയ ആൻഡ് സെക്രീറ്റ് 3-layered ഹാർഡ് കവറിങ് ഓർ crust around itself. This phenomenon is termed as encrystallization. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. വെൻ unfavorable condition returns, the encrystallized amoeba divides by multiple fission and produce many minute amoeba or pseudopodiophores. ഇനി ഈ അൺഫേവറബിൾ കണ്ടീഷൻ, ആ ഒരു പറ്റാത്ത ആ ഒരു സാഹചര്യം മാറി അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ എൻക്രിസ്റ്റലൈസേഷൻ, ഈ ഒരു 3 ലെയറുകളുള്ള ഈ ഒരു ഹാർഡ് സ്ട്രക്ചർ അത് പൊളിച്ച് അത് പുറത്ത് വന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബൈനറി ഫിഷൻ 2 സെല്ലായിട്ട് അത് ഡിവൈഡ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് അത് ജന്മം നൽകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ എന്താ പറയുക, അതിന് വളരാൻ പറ്റിയ ഒരു സാഹചര്യം അതിനല്ലായിരിക്കും. ചിലപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു അൺഫേവറബിൾ കണ്ടീഷനാണ്. ഇനി അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് ഒരു ഫേവറബിൾ കണ്ടീഷനിൽ വരുന്ന സമയത്ത് അത് തിരിച്ച് വീണ്ടും ആ ഒരു ഫേവറബിൾ കണ്ടീഷനിൽ വരികയും അതിൻ്റെ സെൽ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും. The crystal wall burst out and the spores are liberated in the surrounding medium to grow into many amoeba. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ വാൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3-layered വാളുള്ള ആ ഒരു സ്ട്രക്ചർ ബേസ്റ്റ് ചെയ്യും. അതായത് ആ ഒരു സ്ട്രക്ചർ മെല്ലെ പൊട്ടും. ആൻഡ് അതിനകത്തുള്ള ഈ അമീബയുടെ സ്പോറുകൾ ചുറ്റും അത് ചെതറിപ്പോവും. അത് ആ ഒരു സ്പോറുകളെല്ലാം പിന്നെ വീണ്ടും ഒരു അമീബയായിട്ട് വരും. ഈ ഒരു ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് സ്പോറുലേഷൻ. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സ്പോറുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത പേജിൽ members of the kingdom fungi and simple plants like such as algae reproduce through special reproductive structures. ഫിഗർ 1.3 അത് നമുക്ക് നോക്കാം. അതായത്
കിങ്ഡം ഫഞ്ചൈ അതുപോലെ തന്നെ ആൽഗെ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇതിനെക്കുറിച്ചൊക്കെ. ഈ കിങ്ഡം ഫഞ്ചൈയും ആൽഗയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ എ സ്പെഷ്യൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വഴിയാണെന്നാണ് പറയുന്നത്. ഫിഗർ 1.3, നമുക്ക് ആ 1.3 ഫിഗർ ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഈ ഒരു എ എന്ന് പറയുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ക്ലാമിഡോമോണാസിൻ്റെ സൂസ്പോർസ് ആണ്. അറിയാം, ഒരു ആൽഗയാണ്. ആ ആൽഗെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂസ്പോർസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ വഴിയാണ്. അടുത്തത് കൊനീഡിയ ഓഫ് പെൻസിലിയം. പെൻസിലിയം എന്ന് പറയുന്ന ഫംഗൈ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ. ദ മോസ്റ്റ് കോമൺ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ്, അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് തിരിച്ചു വരാം. ദ മോസ്റ്റ് ഓഫ് ദീസ് ത്രീ സ്ട്രക്ചർ ആർ സൂസ്പോസ് ദാറ്റ് യൂഷ്വലി മൈക്രോസ്കോപ്പിക് ആൻഡ് മോട്ടൈൽ സ്ട്രക്ചർ. അതർ കോമൺ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കൊനീഡിയ, ബഡ്സ് ആൻഡ് ഗെമ്യൂൾസ്. അപ്പോൾ ആൽഗെ ഈ ഒരു രണ്ട് കിങ്ഡത്തിലുള്ള ജീവികളിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് അസെക്ഷൽ ആണ്. അതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് സൂസ്പോർസ് വഴിയുള്ള റീപ്രൊഡക്ഷൻ. That usually are the most common of these structure are zoospores that usually are microscopic motile structures. Other common asexual reproductive structures are conidia, buds and gemmules. അപ്പോൾ കിങ്ഡം ഫഞ്ചൈ ആൻഡ് ആൽഗെ ഈ ഒരു രണ്ട് കിങ്ഡത്തിൽ വരുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ഇവിടെ പറയുന്നത്. മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് സൂസ്പോർസ് ആണ്. ഞാൻ കളർ മാറ്റാം. മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് സൂസ്പോർസ് വഴിയാണ്. അതുപോലെ തന്നെ മറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് കൊനീഡിയ, അത് പെൻസിലിയത്തിലാണ് കാണുന്നത്, നമ്മൾ നേരത്തെ ഡയഗ്രാം കണ്ടു. അതുപോലെ തന്നെ ബഡ്സ് കാണപ്പെടുന്നത് ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയിലാണ്. അതുപോലെ തന്നെ ഗെമ്യൂൾസ്, സ്പോഞ്ചിൽ കാണപ്പെടുന്നത് ഗെമ്യൂൾസ് എന്ന് പറയുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. യു ഹാവ് ലേൺഡ് അബൌട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ക്ലാസ് 11. What do you think? Is vegetative reproduction also a type of asexual reproduction? Why do you say so? Is the term clone applicable for the offspring formed by vegetative reproduction? നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ എന്താണ് ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്ലോൺ എന്ന് പറയുന്നൊരു ടേം നമ്മളിവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഈ ക്ലോൺ എന്ന് പറയുന്ന ഒരു ടേം ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിനും അപ്ലിക്കബിൾ ആണ്. നമുക്ക് അവരെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബൈ ആനിമൽസ് ആൻഡ് അതർ simple organisms, the term asexual is used unnamed. The term asexual is used unambiguously. In plants, the term vegetative reproduction is frequently used. In plants, the unit of vegetative propagation such as runner, rhizome, sucker, tuber, offset, bulb are all capable of giving rise to new offsprings. Structured vegetative propagules. അപ്പോൾ ഇതിനെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അമീബ അതുപോലെ തന്നെ ഹൈഡ്ര അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. പക്ഷേ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്ലാന്റ്സുകളിൽ നമ്മൾ അതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാറില്ല. നമ്മളതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. അസെക്ഷൽ എന്നൊരു ടേം നമ്മൾ അവിടെ യൂസ് ചെയ്യാറില്ല. അപ്പം ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് ട്യൂബർ എന്താണെന്ന് തൊട്ട് മുകളിൽ നമുക്ക് വരും. അപ്പോൾ